ഓം സുഷുമ്ന. എല്ലാ സുഷുമ്നക്രിയാ യോഗികൾക്കും എൻ്റെ ഊഷ്മളമായ ആശംസകൾ. ഇനി പ്രതികാരബുദ്ധിയുള്ള ആത്മാക്കൾ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഉത്തമ ഉദാഹരണമാണ് മഹാഭാരതത്തിലെ അംബ. ന്യായമായ കാരണങ്ങളില്ലാതെ ഭീഷ്മരോട് പ്രതികാരം ചെയ്യുന്നതിനായി 2 ജീവിതകാലം അവർ പാഴാക്കി. ചില അവസരങ്ങളിൽ ചിലർ ഒരു കാരണവുമില്ലാതെ മറ്റൊരാൾക്ക് തീവ്രമായ വേദനയും നഷ്ടവും സൃഷ്ടിക്കുന്നു. ബന്ധപ്പെട്ട കുടുംബങ്ങളും ചിലപ്പോൾ കഷ്ടപ്പെടുന്നു. തുടർന്ന് ആ കുടുംബത്തിലെ ഒരാൾ ശരീരം വിട്ടുപോകുമ്പോൾ അവൻ്റെ ആത്മാവ് വേദനിക്കുകയും പ്രതികാരം തേടുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ആ ആത്മാവ് ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിന് ഗുരുതരമായ ബുദ്ധിമുട്ടും നഷ്ടവും ഉണ്ടാക്കിയ വ്യക്തിയുടെ കുടുംബത്തിനോട് പ്രതികാരം ചെയ്യും എന്നതാണ്. ആ ആത്മാവ് ആ കുടുംബത്തിൽ ദുർബലനായ ഒരാളെ അന്വേഷിക്കും. അത് അവരുടെ കുട്ടികളോ മറ്റാരെങ്കിലുമോ ആകാം. അവരിലൂടെ അവർ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കും. ഉദാഹരണത്തിന്, അച്ചടക്കമുള്ള പഠനത്തിൽ മിടുക്കനായ ഒരു ആൺകുട്ടിയുണ്ടെങ്കിൽ പ്രതികാരബുദ്ധിയുള്ള ആത്മാവ് ആ കുട്ടിയെ നിയന്ത്രണാതീതനാക്കാൻ പ്രേരിപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ വാക്യങ്ങൾ കേൾക്കാതെ അവരെ ദുശ്ശീലങ്ങൾക്ക് അടിമകളാക്കുകയും ചെയ്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യും. പ്രതികാരബുദ്ധിയുള്ള ആത്മാവ് കുടുംബം വളരെയധികം വേദനയും നഷ്ടവും അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ വഴികളും ശ്രമിക്കും. അത്തരം പ്രതികാരവും പകയും നിറഞ്ഞ ആത്മാക്കൾ 2 മുതൽ 7 വരെ ജീവിതകാലം പാഴാക്കും. കർമ്മസിദ്ധാന്തം നമ്മോട് എന്താണ് പറയുന്നത്? നാം കണ്ട കർമ്മസിദ്ധാന്തം വേദനാജനകമാണ്, അങ്ങനെയല്ലേ? കർമ്മസിദ്ധാന്തമനുസരിച്ച് ഒരു കാരണവുമില്ലാതെ ആര് കുഴപ്പം സൃഷ്ടിക്കുന്നുവോ അവർക്കും അതേ കർമ്മം ലഭിക്കുമെന്ന് പ്രകൃതി തന്നെ ഉറപ്പാക്കും. അതിനാൽ പ്രതികാരവും പ്രതികാര സ്വഭാവവും കൊണ്ട് ആത്മാവ് ഒരു ലക്ഷ്യവുമില്ലാതെ 7 ജീവിതങ്ങൾ പാഴാക്കും. നാം ജീവിച്ചിരിക്കുമ്പോഴും ശരീരം വിട്ടു പോയതിനു ശേഷവും പ്രതികാര സ്വഭാവം നമ്മുടെ മനസമാധാനമില്ലാതാക്കും. ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, സുഷുമ്നക്രിയായോഗ ധ്യാനം മാത്രമല്ല, സ്വയം ആത്മപരിശോധനയും ഒരുപോലെ പ്രധാനമാണ്. ദയവായി സ്വയം ആത്മപരിശോധന നടത്തുവാൻ ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ചിലർ ഒരു കാരണവുമില്ലാതെ വളരെ തീവ്രമായി നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നാൽ ഒരു സുഷുമ്നക്രിയാ യോഗി അവരോട് ക്ഷമിക്കുകയും അവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമ്പോൾ ആ ആത്മാവിൻ്റെ യാത്ര വളരെ സുഗമമാകും. പക്ഷേ ആത്മപരിശോധന നടത്താതെ ഈ ക്ഷമിക്കുന്ന സ്വഭാവം ഉണ്ടാകില്ല. കുറഞ്ഞത് 49 ദിവസമെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് പരിശോധിക്കണം. ഇവ ഒരു വിത്തിൻ്റെ രൂപത്തിലാണ് ഉപബോധ മനസ്സിൽ. നാം ഒരു വിത്ത് നിലത്തെറിയുമ്പോൾ അത് പെട്ടെന്ന് മുളയ്ക്കില്ല. എന്നാൽ മഴ പെയ്താൽ വിത്ത് മുളയ്ക്കും. അതുപോലെ സാഹചര്യം ഉണ്ടാകുമ്പോഴെല്ലാം പകയുടെയും പ്രതികാരത്തിൻ്റെയും ഈ വിത്തുകൾ മുളയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ നിങ്ങൾ എണ്ണിത്തുടങ്ങുകയും 49 ദിവസത്തേക്ക് എല്ലാ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും സ്വയം ആത്മപരിശോധന നടത്തുകയും വേണം. Oh